അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ കാൽനട പ്രചാരണ ജാഥ നടത്തി. ജാഥ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അനിത ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ സെക്രട്ടറി ഷൈലജ റഹ്മാൻ ക്യാപ്റ്റനായ വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ നടത്തിയ കാൽനട പ്രചാരണ ജാഥ കുത്തുക്കുഴി വായനശാലപ്പടിയിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.വി. അനിത ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടു മതങ്ങൾ തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന കാലത്ത്, അതിശക്തമായിട്ടുള്ള കലാപങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുന്ന കാലത്ത് അതിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചയാൾ മഹാത്മാഗാന്ധി. രണ്ടു മതങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ കെട്ടടയുന്നതിനു വേണ്ടി നിരാഹാരം കിടന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് ചോദിച്ചാൽ ആ പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹം നിരാഹാരം കിടന്നു. മതങ്ങൾ തമ്മിൽ സ്പർദ്ധ പാടില്ല, ഐക്യമുണ്ടാകണം, മനുഷ്യർ തമ്മിലുള്ള സ്നേഹമുണ്ടാകണം. അദ്ദേഹം തികഞ്ഞ മതവിശ്വാസിയായിരുന്നു, തികഞ്ഞ ഹിന്ദു മതവിശ്വാസിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നില്ല. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തി. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായ സന്ദർഭത്തിൽ, സ്വതന്ത്രമായ ഇന്ത്യയിൽ സന്തോഷത്തോടെ ഇന്ത്യക്കാർ തുള്ളിച്ചാടിയ ഒരു അനുഭവമുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ ആ സന്തോഷം ആഘോഷിക്കാൻ ഇതിന് മറ്റുള്ള ആളുകൾക്കൊപ്പം നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നില്ല. ഷീബ സുരേഷ് അധ്യക്ഷതയായ ചടങ്ങിൽ വില്ലേജ് സെക്രട്ടറി തങ്കമണി ബാബു സ്വാഗതവും രാധാമോഹൻ നന്ദിയും പറഞ്ഞു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റഷീദ സലീം, ബീന ബാബുരാജ്, സുധാ പത്മജൻ, സിന്ധു ഗണേശൻ, ഷീല അജയൻ, അൽഫോൺസ സാജു, സിന്ധു അനിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.